നമ്മുടെ നേതാക്കന്മാർ, ഇവിടെ ഒന്നുചേർന്നിട്ടുള്ള സഹോദരന്മാർ, എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും ഇതിൻ്റെ ഭാഗവാക്കുകളായിരുന്നതാണ്. നമ്മൾ ഒരു മാസം 2 മാസം മുമ്പ് തുടക്കം കുറിച്ചിട്ടുള്ള പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂപ്പൺ വിതരണവും അതുപോലെ തന്നെ ഇത് വിജയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരു നല്ലൊരു പ്രോഗ്രാം ഇവിടെ നടക്കുകയുണ്ടായി. അപ്പോൾ ആ നോട്ടീസിൽ കൊടുത്ത എല്ലാ സംഭവങ്ങളും, ഇത് വിജയികൾക്ക് സ്കൂട്ടർ, അതുപോലെ തന്നെ മൊബൈൽ, ലാപ്ടോപ്പ്, ഇതൊക്കെ സമ്മാനം കൊടുക്കും എന്നൊക്കെ നല്ലൊരു പരസ്യം ഉണ്ടായിരുന്നു. നോട്ടീസിൻ്റെ പകുതി മുക്കാലോ തന്നെ ആയിരുന്നു അതിൽ കണ്ടത്. പിന്നെ ഞാൻ ബൈക്കിൻ്റെ പരസ്യം എന്ന് വിചാരിച്ചു. അപ്പം അന്ന് വളരെ നല്ല രീതിയിൽ ആ പ്രോഗ്രാം നടക്കുകയും എല്ലാവരും കൂപ്പണുകളൊക്കെ വാങ്ങി കൊണ്ടുപോയി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ അത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നല്ലൊരു ആംബുലൻസ് ഇവിടെ ലഭ്യമാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ അവർ പറഞ്ഞതുപോലെ തന്നെ ഈ സമ്മാനങ്ങളൊക്കെ ഇവിടെ കൊണ്ടു നോക്കുകയും അത് കൊടുക്കുവാനും ഒക്കെ ഉള്ള സൗകര്യം നമുക്കുണ്ടായി. അപ്പോൾ വലിയ ഒരു വിജയമായിട്ടാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. കാരണം നമുക്കറിയാം സാന്ത്വന പ്രവർത്തനങ്ങൾ എത്രത്തോളം നമ്മുടെ നാടിന് ആവശ്യമാണ് എന്നുള്ളത് ഓരോ വ്യക്തികളും അവർ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങുന്ന ആളുകൾക്കറിയാം ഓരോ വീടുകളിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന തുക കൊടുക്കാനൊക്കെ എല്ലാവരും തയ്യാറാണ്. ഒരു വർഷത്തിൽ 12 ലക്ഷത്തിൻ്റെ അടുത്താണ് പാലിയേറ്റീവിന് ചിലവ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കളക്ഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷവും വളരെ നല്ല രീതിയിൽ നടത്തി, ഈ പ്രാവശ്യവും നടത്തി. അങ്ങനെ ഇത് യൂത്ത് ലീഗ് എല്ലാവരും ഓരോ ഭാഗങ്ങൾ ഏറ്റെടുക്കുകയാണ്, ഒരു ടീം വർക്കായിട്ട്. ഒരു ടീം ഇത് കൊണ്ടുപോകുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു ഭാഗം ഒരു ആളുകൾ ഇത് കൊണ്ട് നടക്കുമ്പോൾ അതിന് സപ്പോർട്ടായിട്ട് യൂത്ത് ലീഗ് മറ്റൊരു സൈഡിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക, MSF, അങ്ങനെ ഓരോരുത്തർ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകൾ കൊടുക്കുമ്പോഴാണ് അത് മുന്നോട്ട് വിജയകരമായിട്ട് ഒരു വലിയ പ്രയാസമില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പാലിയേറ്റീവിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമുച്ചയത്തിൻ്റെ പകുതി വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അതിലേക്ക് കുറേ വർക്കുകൾ നടക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വിജയിപ്പിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഒരു പാർട്ടി പ്രവർത്തനമാകുമ്പോൾ കുറേ ഫണ്ടുകളുടെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വെക്കുന്ന ആ പദ്ധതി അതിന് ശേഷമായിരിക്കും മറ്റുള്ള ഓരോ പദ്ധതികൾ വരിക. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നമായി പോകും. അപ്പോൾ നമ്മൾ നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വിജയിപ്പിക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഇതുപോലെ നമുക്ക് വളരെ അഭിമാനത്തോട് കൂടിയിട്ട് ഇവിടെ ആംബുലൻസ് സമർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സമ്മാനങ്ങളും എല്ലാവർക്കും കൊടുക്കുവാനൊക്കെ സാധിച്ചു എന്നുള്ളത് തന്നെ ഈ വലിയ ഒരു കൂട്ടായ്മയുടെ വിജയമായിട്ടാണ് കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇതിനു വേണ്ടിയിട്ട് സഹായിച്ച ആളുകൾക്കും അതിന് ആ സഹായം ലഭിക്കുന്ന ആളുകൾക്കും അല്ലാഹു ഖൈറുൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായിട്ടുള്ള ആളുകൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായിട്ടുള്ള പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
സൈഡ് മാത്രമേ കാണാം. വണ്ടി